നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ കർക്കിടകം 24, അതായത് 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച ഗുരുവാരം. നാളെ പ്രായേണ വ്യാഴാഴ്ച ശുഭദിനമാകുന്നു. ശുഭകാര്യങ്ങൾക്കൊക്കെ നാം ഉപയോഗിക്കുന്ന നക്ഷത്രവുമാകുന്നു. സൂര്യോദയം കാലത്ത് 6:18 അസ്തമയം വൈകിട്ട് 6:42 വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയപ്രകാരം 1:48 മുതൽ 3:18 വരെ രാഹുകാലമായി നിങ്ങൾ കണക്കാക്കണം. നാളത്തെ നക്ഷത്രം ഉത്ര നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്രം നക്ഷത്രം. ഉത്രത്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. ശുഭകാര്യങ്ങൾക്ക് വർജിക്കുന്ന നക്ഷത്രമാകുന്നു മുപ്പൂരം, പൂരം, പൂരാടം, പുരൂരുട്ടാതി. ഇത് ഉത്രത്രയമാണെങ്കിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു. പക്ഷേ ഭാഗ്യം എന്ന് സംസ്കൃതത്തിൽ ജ്യോതിഷത്തിൽ പറയുന്ന ഉത്രം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു. കാർത്തിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാജ രേവതി ആദാതവ്യം ന ദാതവ്യം. അപ്രകാരം കാർത്തിക, ഭാഗ്യം, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനും പാടില്ല. തച്ഛേഷന്ത് വിനശ്യതി. അപ്രകാരം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. നാളത്തെ തിഥിയും നമുക്ക് ഗുണമുള്ള തിഥിയല്ല. നാളെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. അത് രിക്താതിഥിയാണ്. ഞാൻ സൂചിപ്പിച്ചു, നക്ഷത്രം നല്ലതാണ്, ശുഭദിനമാണ്. മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം ശുഭമല്ല. രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. തിഥികളിൽ ചതുർത്ഥി 4, ഇപ്പോൾ സൂചിപ്പിച്ച 4-ാം തിഥി, നവമി 9-ാം തിഥി, ചതുർദശി 14-ാം തിഥി ഇതൊന്നും സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ശുഭമല്ലാത്ത തിഥികളാകുന്നു. അതിനാൽ മറ്റെല്ലാ കർമ്മങ്ങൾക്കും യാത്രയാകാം, സുഹൃത്ത് സംഗമങ്ങളാകാം, വിവാഹത്തിന് ക്ഷണിക്കലാകാം, ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെടുന്ന ചർച്ചകളോ നാളെ കൊണ്ട് അനുകൂലമാക്കിയെടുക്കാം. നാളത്തെ ദിനത്തിന് അപ്രകാരം ഒരു പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കുക. ഉത്രനക്ഷത്രം നാളെ കന്നിരാശിയാകുന്നു. ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക സിംഹം ചിങ്ങൻ രാശിയും അവസാനത്തെ 45 നാഴിക കന്നിരാശിയുമാകുന്നു. കന്നിരാശി സ്ത്രീകൾക്ക് വളരെ ഗുണമാണ്. ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക സിംഹൻ രാശി പുരുഷന്മാർക്ക് വളരെ ഗുണമാണ്. ആ പൗരുഷം പ്രകടിപ്പിക്കുന്ന രാശിയാകുന്നു സിംഹൻ രാശി. കന്നിരാശി ഒരു കന്യകയാണ്. ഒരു തോണിയിൽ വരുന്ന, നദീതീരത്ത് ഒരു തോണിയിൽ വരുന്ന കന്യകയാണ്. സ്ത്രൈണത, ഫെമിനൈൻ സൈനാകുന്നു. സ്ത്രീകൾ ഉത്ര നക്ഷത്രമാണെങ്കിൽ, കന്നിരാശിയാണെങ്കിൽ വളരെ ഗുണമാണ്. സിംഹരാശിയാണെങ്കിൽ മീശ ഇല്ലെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ കരുത്തരായിരിക്കും. പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പ്രയാസങ്ങൾ വരും തൻ്റെ പുരുഷന്മാർക്ക്. കന്നിരാശിയിൽ ഏറ്റവും അധികം സിനിമാ നടന്മാരും സ്പോർട്സ് താരങ്ങളും ജനിച്ച രാശിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റർ MS ധോണിയും വിരാട് കോഹ്ലിയും ഉത്രം നക്ഷത്ര ജാതരാണ്. അതേ രീതിയിൽ അഭിനേതാക്കളിൽ രാജേഷ് ഖന്ന, അമീർ ഖാൻ, വിദ്യാ ബാലൻ, ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ തന്നെ ഉത്തര ഫൽഗുണി എന്ന ഉത്രം നക്ഷത്രത്തിന് അലങ്കാരമായ വ്യക്തികളാണ്. നാളെ ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു 9:20 മുതൽ 10:45 വരെയുള്ള സമയം. ഉച്ചയ്ക്കും അനുകൂലമായ സമയമുണ്ട്. പക്ഷേ രാഹുകാലത്തിൻ്റെ അധീനതയുള്ള സമയമാകയാൽ ആ സമയം നിങ്ങൾക്ക് ഉപദേശിക്കുന്നില്ല. ഈ ഒരു സമയം, കാലത്തെ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും ആരംഭം കുറിക്കുക. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ ഒഴിച്ച് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ നേരുന്നു. നന്ദി, നമസ്തേ.